Morning, sir. Yes, Achu, good morning. Good morning, sir. Good morning, Yes, sir. good morning. Good morning, sir. Alisa നേരത്തെ വന്നല്ലോ. സാനിത, good morning. Yes, ആരാണോ prayer? ഞാനാണ് sir. Okay, Dara. Dear God, thank you for a brand new day to learn and grow. Please clear our minds and fill our hearts with joy. Help us to be kind to our teachers and friends and give us the wisdom to understand our lessons today. Amen. Yes, Amen. Let us help us to understand. Okay. Signing ഞാനാണ് sir. ചുമ്മാതല്ല ഇപ്പൊ നേരത്തെ വന്നത് അല്ലേ അലീസ? Yes. Thank you. Good morning, everyone. A warm welcome to all our respected teachers and dear students. We are delighted to have you all with us today. Your presence makes this online class meaningful and inspiring. We hope today's section will be informative, engaging, and enjoyable for everyone. Let us learn together, participate actively, and make the most of this opportunity. Once again, a heartfelt welcome to our teacher and students. Wishing everyone a wonderful and productive class. Oh, very good, very good, very good, very good. ഇതൊക്കെ ഹൃദയത്തിൽ ഉൾക്കൊണ്ടിട്ടാണ് അലീസ പറഞ്ഞത്. അതെ അതെ തീർച്ചയായിട്ടും വാക്കുകളുടെ അർത്ഥമൊക്കെ ഹൃദയത്തിൽ സേവ് ചെയ്തിട്ട് പറഞ്ഞതല്ലേ. വെരി ഗുഡ്, വെരി ഗുഡ്, വെരി ഗുഡ്, വെരി ഗുഡ്. യെസ്. Then, okay, Thought. Don't judge a book by its cover. Similarly, don't judge a student by his percentage. Yes, അതാണ് ശരിയാണത്. കറക്റ്റ് ആണ്. Don't judge a student by his percentage. by his Percentage കണക്കാക്കി സ്റ്റുഡന്റിനെ അതാണ് ഞാൻ നേരത്തെ നിങ്ങളോട് പറയാറില്ലേ, ജീവിതത്തിലെ വിജയവും പരീക്ഷയിലെ വിജയവും രണ്ടുണ്ട്. പരീക്ഷയിൽ നന്നായിട്ട് വിജയിച്ച എല്ലാവരും തന്നെ ജീവിതത്തിൽ വിജയിച്ചു കയറണമെന്നില്ല. വിജയിച്ചവരുണ്ട്, എന്നാലും ബാക്ക് ബെഞ്ചിൽ നിന്ന് പഠിച്ച പല ആളുകളും ജീവിതത്തില് ഉയർന്നു വന്നിട്ടുണ്ട്. ശരിയല്ലേ? നമ്മുടെ പുറയിലത്തെ ബെഞ്ചിൽ കുറെ താരങ്ങൾ ഉണ്ടായില്ലേ പണ്ട്? യെസ്. ഓക്കെ, ബാക്ക് ബെഞ്ചിലെ ഗഡികള്. യെസ്, ഓക്കെ. അത് പണ്ടൊക്കെ അന്ന് തോറ്റു പോവുക എന്ന് പറയുന്ന ഒരു സംഗതി ഉണ്ട്. അതായത് ഒരു മിനിമം മാർക്ക് ഉണ്ട്, അത്രയും മാർക്ക് കിട്ടിയില്ലെങ്കിൽ 5ൽ നിന്ന് 6 ആക്കൂല, 5ൽ നിന്ന്. അന്ന് ഇപ്പൊ 9ാം ക്ലാസ് വരെ പരാജയമില്ല, പണ്ട് തോറ്റു. അപ്പൊ നമ്മൾ ചിലപ്പോൾ ചെല്ലുമ്പോ, ഒരു ക്ലാസ്സിൽ ചെല്ലുമ്പോ ആ ക്ലാസ്സിൽ തോറ്റ 2 പേരുണ്ടാവില്ല, 1-2 പേരൊക്കെ ഉണ്ടാവും. അവരാണ് ബാക്ക് ബെഞ്ചിലെ ദാതമാര്. അവരൊരു കൊല്ലം പഠിച്ചാലുള്ള ആ ക്ലാസ്സിലെ. അപ്പൊ അതിന്റെ ഒരു സംഗതിയൊക്കെ ഉണ്ട്. അപ്പൊ അന്നത്തെ ഒരു കാലഘട്ടത്തിൽ അങ്ങനെയായിരുന്നു. യെസ്. പിന്നീടാണ് കുട്ടികളുടെ മനസ്സിന് വിഷമമുണ്ടാവും എന്നൊക്കെ പറഞ്ഞിട്ട് അത് മാറ്റിയത്. യെസ്. അപ്പൊ ഓക്കെ, അപ്പൊ നമ്മള് ഇന്ന് അവരൊന്നും ഇല്ലേ? കുറച്ച് പേരൊക്കെ വരാറുണ്ടോ? യെസ്. സ്ഥിരം കാണുന്നവരെ കാണാറുണ്ടോ ചോദിച്ചാൽ ഹസീന വന്നിട്ടുണ്ട്, ജോസ്കോ വന്നിട്ടുണ്ട്, ദാനഗിരി വന്നിട്ടുണ്ട്. ഓക്കെ, യെസ്. അപ്പൊ ഇന്ന് നമ്മള് എന്താണ് പരീക്ഷ? 29. ഓക്കെ. അപ്പൊ അതിന്റെ ഇടയ്ക്ക് നമുക്ക് ഇനി ക്ലാസ് എങ്ങനെയും ഇനി എന്താണ് ക്ലാസ് നമുക്കുള്ളത്? 23ഉം 25ഉം. 25ന്റെ ക്ലാസ് നമുക്ക് പറയാൻ പറ്റില്ല, അന്ന് മുഹറമാണല്ലോ. മുഹറമാണ്. അപ്പൊ പിന്നെ 23ന്റെ ക്ലാസ് ഉണ്ട്. നമ്മൾ ഒരു ക്ലാസ് മാത്രം നമ്മൾ നോക്കി നിന്ന് കഴിഞ്ഞാൽ കഷ്ടകാലത്തിന് എനിക്കൊരു പനി വന്നു, അപ്പൊ നമുക്കത് സംഗതി കയ്യിൽ പോവില്ലേ? യെസ്. എപ്പോഴും നമ്മൾ കാര്യം ചെയ്തോളും ജീവിതത്തില് ലാസ്റ്റ് മൊമെന്റിലൂടെ മാറ്റി വെക്കരുത്. ഒരു സ്റ്റെപ്പ് മുന്നോട്ട് കയറ്റി വെച്ചേക്കണം. ഒരു സ്റ്റെപ്പ് ലാസ്റ്റ് മൊമെന്റിൽ വന്നു കഴിഞ്ഞാല്
യെസ് രാംസി ഗുഡ് മോർണിംഗ്. അത് നമുക്ക് ചിലപ്പോൾ ഒരു അടി കിട്ടിയത് വരും. അപ്പൊ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് നമ്മുടെ ഈ പരീക്ഷയ്ക്ക് വരുന്ന ചോദ്യങ്ങളുടെ ഒരു മോഡൽ നമുക്കൊന്ന് നോക്കാം. യെസ്, അപ്പൊ നിങ്ങൾ ഒരു ഹെഡിങ് കൊടുത്തു, എക്സാമിനേഷൻ സ്പെഷ്യൽ. എക്സാമിനേഷൻ സ്പെഷ്യൽ, പരീക്ഷയ്ക്ക് വേണ്ടിയിട്ടുള്ള ഒരു സംഗതി. യെസ്, ആ എക്സാമിനേഷൻ സ്പെഷ്യൽ എന്ന ഹെഡിങ് കൊടുത്തതിന്റെ അടിയിൽ റോമൻ ലെറ്റർ 1 ഉണ്ട്. റോമൻ ലെറ്റർ 1 അതിന്റെ അടിയിൽ എഴുതുക fill in the blanks, fill in the blanks using correct CORRECT, correct reflexive REFLEXIVE, reflexive pronoun. Fill in the blanks using correct reflexive pronoun. Okay, അതില് question number 1. Yes, here you go. We should have faith, FAITH, faith in dash. അതിന്റെ അടിയിൽ ABC 3 ആൻസർ എഴുതിക്കോ. A ourselves, OURSELVES, comma. B oneself, ONESELF, oneself. C himself. താരാഗിരിയുടെ ടേൺ ആണ്. ആൻസർ പറഞ്ഞോളൂ. സർ ആദ്യത്തെ ഓപ്ഷൻ എന്താ പറഞ്ഞേ? ourselves. ourselves. Okay, so correct answer. Very good. അപ്പൊ ഒന്ന് ടിക്ക് ചെയ്തോട്ടെ, എത്ര ശരിയായി നമുക്ക് ലാസ്റ്റ് നോക്കാം. സത്യസന്ധമായിട്ട് പറഞ്ഞാൽ മതി. ഓക്കെ, ഇവിടെ കിട്ടിയല്ല. യെസ്, ഇങ്ങനെയാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ് നമുക്ക് ചെയ്യാം കേട്ടോ. രണ്ടാമത്തെ ചോദ്യം, they ruined, RUINED, they ruined, നശിപ്പിച്ചു എന്നാണ്. they ruined dash. ABC 3 ആൻസർ ചെയ്യോ. A yourself, B ourself, C themselves. Revati, it is your turn. Sir, option C ആണ്. C themselves is the right answer. Pick it over. Yes, okay. അടുത്ത ചോദ്യം, you can do the work by dash. ABC 3 ആൻസർ എഴുതിക്കോ. A yourself, B herself, C myself. ഹസീന പറഞ്ഞോളൂ. Yourself. It's a correct answer. Very good. Yes. അടുത്തത്, he selected. ഇന്ന് വരാത്തവരോടൊക്കെ ഒന്ന് പറഞ്ഞു കൊടുക്കണേ, ഗ്രൂപ്പിലൊന്ന് ചർച്ച ചെയ്യണേ, മറക്കരുത്. ആൻസി ഉണ്ടാ, ജീന, ആൻസി, പിന്നെ ആരാണ് സ്ഥിരം വരുന്ന ആൾക്കാരില്ല ഇവിടെ, ശ്രുതി. യെസ്, അപ്പൊ എഴുതിക്കോളൂ, he selected the dress, DRESS, dress for dash. അടിയിൽ ABC 3 ആൻസർ എഴുതിക്കോളൂ. A herself, B himself, C itself. സാനിത
Say herself. herself. മൂന്നാമത്തെ ഓപ്ഷൻ എന്ത് സാർ? മൂന്നാമത്തെ ഓപ്ഷൻ എന്ത്? No. മൂന്നാമത്തെ ഓപ്ഷൻ എന്ത്? Itself. ഹിംസെൽഫ്. Himself. അത് herself എന്ന് പറഞ്ഞാൽ yes. ഇതുപോലെ very good. ഇനി അടുത്തത് Roman letter 2. Roman letter 2. Fill in the blanks. Using correct 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 relative 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 pronoun. Yes, ഇനി അടുത്തതാണ് റിലേറ്റീവ് പ്രോനൗൺ ഉപയോഗിക്കാനാണ്. യെസ്, അതിന്റെ ക്വസ്റ്റ്യൻ നമ്പർ 1. സാർ ഒരു സംശയം ചോദിച്ചോട്ടെ. ആ. He selected the dress for dash എന്നല്ലേ സാറ് പറഞ്ഞേ? അപ്പൊ അതിനകത്ത് ഹെയർ സെൽഫ് അല്ലേ വരണ്ടേ? ഹി അല്ലേ തുടങ്ങിയ HE. ഓ സോറി സാർ. യെസ്, അപ്പൊ ഹിംസെൽഫ്. ഓക്കെ, അടുത്തത് the lady dash is Alisa Kane. The lady dash is teaching here, TEACH change, teaching here is my sister, is my sister. അടിയിൽ ABC മൂന്ന് ആൻസർ. A whose, B which, C who, WHO who. Alisa, Who? WHO. correct answer. Very good. Who? സംശയം ഒരു ചോദിച്ചോട്ടെ. ഓക്കെ, correct answer. അടുത്തത് he is an actor. ACTOR. He is an actor. Dash is admired. ADMIRED. Admired by by everyone. Admired by everyone. ഒന്നുകൂടി പറയാം. He is an actor. Dash is admired by everyone. അടിയില് ABC. A who, B which, WHICH, C whom, WHOM whom. Yes, അച്ചു, your turn. പറഞ്ഞോളൂ. He is an actor which is അല്ലേ? കയ്യിൽ ചെറുതായിട്ടൊന്ന് പാളിയല്ലോ. അല്ല, സാർ ഒന്നുകൂടെ നോക്കട്ടെ. He is an actor whom is who is correct. Who is admired by. So correct answer. Who is correct. Yes. അടുത്ത ചോദ്യം കേട്ടോ. The man dash purse, PURSE, purse is missing, MISSING, missing
He is crying. CRYING. I will repeat that question. The man dash purse is missing is crying. Adadile ABC. ABC. A. Whose? WHOAC. Whose? B. WHO. Who? C. WHOM. Whom? Okay. Josmi, പറഞ്ഞോളൂ. Sir, Okay. who? Okay, പറഞ്ഞോളൂ ജോസ്മി. Sir, who ആണോ? Who? ഉറപ്പിച്ചോ? The man who purse is missing is crying. നമുക്കൊന്ന് പാസ് ചെയ്ത് നോക്കാം. പ്രിയ ജോയിയുടെ അഭിപ്രായം എന്താണ്? First, A answer. ജോസ്മി ഹൂസാണ്. നോക്കി man. അത് രണ്ടാമത്തെ പറഞ്ഞു. ഓക്കെ രണ്ടാമത് പറഞ്ഞല്ലേ? അപ്പൊ ശരി പരീക്ഷയ്ക്ക് ഞാൻ പറഞ്ഞു തരാൻ പറ്റൂലല്ല. ഒന്നുകൂടി നോക്കി ജോസ്മി എനിക്ക് പറയാൻ പറ്റുമോ? യെസ്. അപ്പൊ അതുകൊണ്ട് ശ്രദ്ധിക്കണം. ഓക്കെ വെരി ഗുഡ്. സാറേ ഒരു കാര്യം ചോദിച്ചോട്ടെ. ചോദിച്ചോളൂ. ഹീസ് ആൻ ആക്ടർ WHO ഹൂ അല്ലേ? ഓക്കെ. ഹീസ് ആൻ ആക്ടർ ഹൂ ഈസ് അഡ്മിയർഡ്. അഡ്മിയർഡ് എന്ന് പറഞ്ഞാൽ ബഹുമാനം തോന്നുക, ആരാധന തോന്നുക. യെസ്. ഓക്കെ ഹൂ ആണ്. ഇവിടെ നോക്കി ഞാൻ ജോസ്മി ശ്രദ്ധിച്ചു. ആ മനുഷ്യൻ ആരുടെ പേഴ്സാണോ മിസ്സിംഗ് ആക്കുന്നത്? ആരുടെ? ഹൂസ് പേഴ്സ് ഈസ് മിസ്സിംഗ് ഈസ് ക്രൈയിങ്. ആരുടെ പേഴ്സാണോ നഷ്ടപ്പെട്ടത് അയാള് കരഞ്ഞുകൊണ്ടിരിക്കുക. യെസ്. അടുത്തത് ദ ഫിലിം FILM ഫിലിം dash we saw SAW dash we saw is based on BASED based on a true 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 story STORY. ഒന്നുകൂടി പറയാം. The film dash we saw is based on a true story. അടിയിൽ ABC എഴുതിക്കോ. A whom, B whose, C which, WHACH which. രാംസി പറഞ്ഞോളൂ. രാംസി ആളില്ലേ? ഓക്കെ കുഴപ്പമില്ല. യെസ്. ഓക്കെ. ഞാൻ ഒരു ആവശ്യമില്ല പറ്റും. ഓരോരുത്തരും ഒരു ഉത്തരം സെലക്ട് ചെയ്ത് വെക്കണേ. നിങ്ങൾ ഉത്തരം സെലക്ട് ചെയ്ത് വെക്കുക. അല്ലാതെ പറയാനുള്ള പറഞ്ഞു കഴിഞ്ഞിട്ട് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ ഉത്തരം സെലക്ട് ചെയ്യും. ഇത് പരീക്ഷയല്ലേ? യെസ്. ഓക്കെ. എന്നിട്ട് നമുക്ക് രാംസി പറയുന്നതോട് യോജിക്കില്ല. നമുക്ക് നോക്കാം. രാംസി പറഞ്ഞോളൂ. Is the right answer and very good. Ramsey. Which ആണ് correct. ഇന്നലെ ഞങ്ങൾ കണ്ടതായ സിനിമ ആയ which ആണ്. സിനിമയല്ലേ, ജീവനില്ലാത്തതല്ലേ. അപ്പൊ അവിടെ എന്ത് വരുള്ളൂ? which വരുള്ളൂ. ഓക്കെ. വെരി ഗുഡ് രാംസി. യെസ്. അടുത്ത ക്വസ്റ്റ്യൻ. Find out adjective. Find out adjective. ADJECTIV. Adjective in the following sentences. Find out adjectives in the following sentences. Yes. അതിന്റെ അകത്ത് ആദ്യത്തെ ക്വസ്റ്റ്യൻ. യെസ്.
Okay, very good. She has long long hair, hair, hair. A, B, C. One answer. A, hair, hair. B, long, long, long. C, she, such a she. രാംസിലേക്ക് പാർവതി ചെയ്യാൻ നേരത്തെ പറഞ്ഞിട്ടില്ലല്ലോ, പറഞ്ഞോളൂ പാർവതി. പാർവതി അല്ലേ രേവതി ചെയ്യാൻ. സോ പെട്ടെന്ന് പാർവതിയിലോട്ട് പോയി. ഞാൻ ബാങ്കിലും ഓക്കെ ഓക്കെ ഓക്കെ, അപ്പൊ കുഴപ്പമില്ല. രേവതി ബാങ്കിലാണ്. ഷെനി റോജി പറയൂ. ലോങ് ലോങ് കറക്റ്റ് ആൻസർ. വെരി ഗുഡ് വെരി ഗുഡ് വെരി ഗുഡ് വെരി ഗുഡ്. അടുത്തത് I am very happy today. I am very happy today. അതിനിടയിൽ A, B, C മൂന്ന് ആൻസർ എഴുതിക്കോ. A, today. B, I. C, happy. സ്വപ്നയുടെ ടേൺ ആണ്, പറഞ്ഞോളൂ. Sir, I'm happy. റൈറ്റ് ആൻസർ. വെരി ഗുഡ് വെരി ഗുഡ് വെരി ഗുഡ് വെരി ഗുഡ്. കറക്റ്റ് ആണ് കറക്റ്റ് ആണ്. യെസ്. അടുത്തത് he is an innocent, INNOCENT, innocent man. He is an innocent man. Yes, അച്ചു പറഞ്ഞോളൂ. ഞാൻ അത് ABC പറഞ്ഞിട്ടില്ല, കറക്റ്റ് പറഞ്ഞു. ആൻസർ പറഞ്ഞു. He is an innocent man. അതിലൊരു വാക്ക് അഡ്ജക്റ്റീവ് ആണ്. ഏതാണ്? എയോ അല്ല അല്ല ഇന്നസെന്റ്. യെസ്, ഇന്നസെന്റ്. ഓക്കെ രേവതി, കറക്റ്റ് ആണ്. ഇന്നസെന്റ് നിഷ്കളങ്കനായ മനുഷ്യൻ. മറന്നു പോവല്ലേ, ഒരു പേരിനെ നൗണിനെ വിശേഷിപ്പിക്കുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? അഡ്ജക്റ്റീവ് എന്ന് പറയുന്നത്. മനുഷ്യനെ വിശേഷിപ്പിക്കുന്നത് എങ്ങനെയുള്ള മനുഷ്യൻ? ഇന്നസെന്റ് മാൻ. എന്നൊക്കെ പറഞ്ഞത് ആർട്ടിക്കിൾ ആണ്. ആർട്ടിക്കിൾ വേറെ, ഇത് വേറെ. യെസ്, അടുത്തത് she is a skilled, SKILLED. She is a skilled worker, WORKER. She is a skilled worker. ഞാനും ഇതിന്റെ ഇടയിൽ ആൻസർ മൂന്നെണ്ണം പറയുന്നില്ല. ഐശ്വര്യ പറയൂ, ഏതാണ് ഇതിന്റെ അഡ്ജക്റ്റീവ്? സാർ സ്കിൽഡ് ആണോ? ഒരു മിനിറ്റ്. ഐശ്വര്യ സ്കിൽഡ്. ഓക്കെ അച്ചു, കറക്റ്റ് ആണ്. സ്കിൽഡ്. ഐശ്വര്യ ഉണ്ട്, അതുകൊണ്ട് അച്ചുവിന്റെ ശരിക്കും പേര് ഐശ്വര്യ, എന്റെ പേരും ഐശ്വര്യ. അത് കൺഫ്യൂഷൻ ആവുന്നത്. ഐശ്വര്യ സെൽവൻ ഉണ്ട്, പിന്നെ ഏതാണ്? ഐശ്വര്യ അച്ചു. പിന്നെ അതിപ്പോ ഐശ്വര്യ അച്ചുവിന്റെ ഞാൻ അച്ചുവിനെ വിളിക്കാം. കാരണം എന്താ പറയുമോ, പിന്നെ അത് ഐശ്വര്യ അത് കാണുന്നില്ല. അച്ചു ചിക്കു എന്നാണ് കാണുന്നത്. ഓക്കെ, യെസ്. അപ്പൊ ഐശ്വര്യ അച്ചുവിനെ വെറും അച്ചു എന്നും ഐശ്വര്യ സെൽവനെ
ഐശ്വര്യ എന്ന് വിളിക്കുന്നു. ഓക്കെ, യെസ്. അടുത്ത റോമൻ ലെറ്റർ എഴുതിക്കോ. റോമൻ ലെറ്റർ. ഫൈൻഡ് ഔട്ട് adverb, adverb, adverb in the following sentences. In the following sentences. Okay. അതില് ആദ്യത്തെ ക്വസ്റ്റ്യൻ ആയിരിക്കും. You must start, S-T-A-R-T, start very, V-E-R-Y, very early, E-A-R-L-Y. You must start very early. അതിന്റെ അടിയിൽ ABC മൂന്ന് ആൻസർ എഴുതിക്കോ. A very early, B must, C start. അലീമ, ഇതിനകത്ത് ഏതാണ് ആൻസർ? സർ ഞാൻ ഇപ്പൊ ക്ലാസ്സിൽ ജോയിൻ ആയതേ ഉള്ളൂ. സർ പറയുന്നത് നോട്ട് ചെയ്യുന്നു. ഒന്നും കൂടി റിപ്പീറ്റ് ചെയ്യാം സർ പ്ലീസ്. അടുത്ത ക്വസ്റ്റ്യൻ തരാം. ഓക്കെ, നമ്മളിവിടെ ക്വസ്റ്റ്യൻ പേപ്പർ ഒന്ന് ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അലീമ. അപ്പൊ ഇപ്പൊ നമ്മള് എന്തെങ്കിലും തന്നിരിക്കുന്ന വാചകത്തിലെ ആഡ്വർബ് കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണെന്നുള്ള സാധനമാണ് നമ്മൾ ഡിസ്കസ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, അത് നമുക്ക് നോക്കാം. ഓക്കെ, അലീസ പറയൂ. Very early. Is a right answer and very good. Very early. ശരിയാണ്, വളരെ നേരത്തെ. സംശയമുള്ളവര് ചോദിച്ചിട്ടുണ്ട് കേട്ടോ. അടുത്തത് she always. അലീമിനെ കണ്ടിട്ട് കുറച്ച് ദിവസം ആയില്ല. she always. സർ എനിക്ക് ജോബ് കിട്ടിയായിരുന്നു. ഞാൻ അതിന് ഗവൺമെന്റ് ആയുർവേദിക് ഹോസ്പിറ്റലില് മെഡിസിൻ കൊടുക്കുന്ന ജോബ് കിട്ടിയപ്പോ ഞാൻ അതിൽ കയറി. പക്ഷെ ഞാൻ ലൈവ് കാണുന്നുണ്ട്. ഓക്കെ സർ. കാണാത്തോണ്ട് ചോദിച്ചാണ്. യെസ്, she always tells, T-E-double-L-S, tells the truth, T-R-U-T-H. ഞാൻ ഒന്നുകൂടി പറയാം. she always tells the truth. അതിന്റെ ഇടയില് ABC. A always, B tells, C truth, T-R-U-T-H. ഞാൻ പറയട്ടെ. പറഞ്ഞോളൂ. Always is the right answer. Very good. അടുത്തത് you must work, W-O-R-K, work hard, H-A-R-D. You must work hard. Yes, അതിന്റെ അടിയിൽ ABC മൂന്ന് ആൻസർ എഴുതിക്കോളൂ. A work, B must, C hard. Asina, your turn. Hard. So right answer. Very good. Correct. At those, he spoke, S-P-O-K-E, spoke kindly, K-I-N-D-L-Y, kindly to me. He spoke kindly to me. ABC, A to me, B spoke, S-P-O-K-E, spoke
C. Kindly, Kindly, kindly. Then Joseph. Sir, spoke. He spoke kindly to me. To me, sir. Yes. Okay, Priya. Priya? Kindly, sir. Yes. Okay. Discuss here. ഒരു കാര്യം ഇപ്പോൾ മനസ്സിലാക്കിയിരിക്കും. ഒരു പേരിനെയോ ഒരു സ്ഥലത്തെയോ അവർ പേരുമായി ബന്ധപ്പെട്ട സംഗതിയെ വിശേഷിപ്പിച്ച് പറയുന്നത് എപ്പോഴും അഡ്ജക്റ്റീവ്. ഒരു പ്രവൃത്തിയെ വിശേഷിപ്പിച്ച് പറയുന്നത് അതായത് മാറിപ്പോലെ. ഇപ്പൊ നല്ലവളായ ജോസ്മി ഉറങ്ങി. അപ്പൊ നോക്കിയേ, ആ ജോസ്മി എന്ന് പറയുന്നത് പേരിനെ വിശേഷിപ്പിക്കുന്നതാണ് നല്ലവൾ, ഗുഡ് അഡ്ജക്റ്റീവ്. യെസ്, ജോസ്മി വേഗത്തിൽ ചായ കുടിച്ചു. അപ്പൊ ജോസ്മി അല്ല വിശേഷിപ്പിക്കുന്നത്, ജോസ്മി ചെയ്തൊരു പ്രവൃത്തി, ഏത് കുടിച്ചു എന്ന് പറയുന്ന പ്രവൃത്തി, അതിനെ വിശേഷിപ്പിക്കണം. എങ്ങനെ കുടിച്ചു? വേഗത്തിൽ കുടിച്ചു. അത് ആഡ്വർബ്. ഒരു പ്രവൃത്തിയെ വിശേഷിപ്പിക്കുമ്പോൾ ആഡ്വർബും ഒരു നൗണിനെ വിശേഷിപ്പിക്കുമ്പോൾ അത് അഡ്ജക്റ്റീവ്. ഇവിടെ നോക്കിയേ, he spoke, അവൻ സംസാരിച്ചു. ഒരു സംശയം സാർ, എന്നാ പറഞ്ഞ ആന്റിവർബ് ഒന്ന് അതിന്റെ സ്പെല്ലിംഗ് ഒന്ന് പറഞ്ഞേ. ആഡ്വർബ്, ആഡ്വർബ്. AD. ഓക്കെ. ശരി സാർ. ഓക്കെ സാർ, താങ്ക്സ്. അപ്പൊ നോക്കി ജോസ്മി, he spoke kindly to me. അവൻ എന്നോട് ദയയോടെ സംസാരിച്ചു. അവൻ എന്ന് പറയുന്ന ആളെയല്ലേ വിശേഷിപ്പിക്കുന്നത്. അവൻ സംസാരിച്ചില്ലേ, ഒരു പ്രവൃത്തിയല്ലേ, ആ സംസാരിച്ചതിനെയാണ് വിശേഷിപ്പിക്കുന്നത്. എങ്ങനെ സംസാരിച്ചു? ദയയോടെ സംസാരിച്ചു. കേട്ടോ, പിടികിട്ടിക്കാണെന്ന് വിശ്വസിക്കുന്നു. ഒരു വെർബിനെ വിശേഷിപ്പിക്കുമ്പോൾ അത് ആഡ്വർബും ഒരു നൗണിനെ വിശേഷിപ്പിക്കുമ്പോൾ അത് അഡ്ജക്റ്റീവ്. ഓക്കെ, അതൊന്ന് ശ്രദ്ധിച്ചേക്കാം. സംശയം ചോദിച്ചേക്കാം. സർ, ഇപ്പോ കേരള ഈസ് ബ്യൂട്ടിഫുൾ. ഇപ്പോ കേരള ഒരു നൗൺ ആണല്ലോ. അപ്പൊ കേരള ഈസ് ബ്യൂട്ടിഫുൾ. അപ്പൊ ഈ ബ്യൂട്ടിഫുൾ ആഡ്വർബ് ആണോ അഡ്ജക്റ്റീവ് ആണോ ഇവിടെ? അഭിപ്രായത്തിൽ എന്താണ്, സർ പറഞ്ഞ ഇപ്പൊ ഒരു നൗണ് വിശേഷിപ്പിക്കുന്ന അഡ്ജക്റ്റീവ് എന്നല്ലേ? അപ്പൊ അത് വിശേഷിപ്പിക്കുന്നത് കേരള ഇസ് എ ബ്യൂട്ടിഫുൾ സ്റ്റേറ്റ് എന്ന് പറയുന്നു. കേരളത്തിൽ ബ്യൂട്ടിഫുൾ എന്നൊരു സംഗതി വിശേഷിപ്പിക്കുന്നത്, അപ്പൊ അത് പേരിനെ വിശേഷിപ്പിക്കുകയല്ലേ, അപ്പൊ അത് അഡ്ജക്റ്റീവ് ആണ്. അഡ്ജക്റ്റീവും ആഡ്വർബും തമ്മിൽ മാറിപ്പോകരുത്. നൗണിനെ വിശേഷിപ്പിക്കുമ്പോൾ അഡ്ജക്റ്റീവ്, വെർബിനെ വിശേഷിപ്പിക്കുമ്പോൾ ആഡ്വർബ്. ഒരു കാര്യം കൂടെ അതിന് കൂടെ പറയണം. അപ്പോ ഇത് നൗണാണ് വെർബാണ് അത് നമുക്ക് എങ്ങനെ മനസ്സിലാവും എന്നൊരു പ്രശ്നം ഒരു പക്ഷേ മനസ്സിൽ വരാം. അപ്പൊ നമ്മൾ ഓർത്തിരിക്കുക, എപ്പോഴും വെർബിന് 3 കാലങ്ങൾ നമുക്ക് പറയാം. പ്രസന്റ്, പാസ്റ്റ്, ഫ്യൂച്ചർ, 3 കാലങ്ങൾ പറയാം. എക്സാമ്പിൾ പറഞ്ഞാല്, ഓടുക, ഓടി, ഓടും. ചാടുക, ചാടി, ചാടും. ഉറങ്ങുക, ഉറങ്ങി, ഉറങ്ങും. തിന്നുക, തിന്നു, തിന്നും. ഇരിക്കുക, ഇരുന്നു, ഇരിക്കും. പക്ഷെ അലീമക്ക് നമുക്ക് 3 കാലങ്ങൾ പറയാൻ പറ്റും, കാരണം അത് നൗണാണ്. യെസ്, ഭക്ഷണം, അതിന് 3 കാലങ്ങൾ പറയാൻ പറ്റും. ഭക്ഷണം കഴിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 3 കാലങ്ങൾ പറയാം. ഭക്ഷണം കഴിച്ചു, ഭക്ഷണം കഴിക്കും. യെസ്, നൗണിന് എപ്പോഴും നമുക്ക് 3 കാലങ്ങൾ പറയാൻ പറ്റില്ല. വെർബിന് 3 കാലങ്ങൾ പറയാൻ സാധിക്കും. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ പറഞ്ഞോളൂ ജോസ്മി. സാർ, നേരത്തെ ഒരു ക്വസ്റ്റ്യൻ പറഞ്ഞില്ലേ, ഷീ ഓൾവേസ് ടെൽസ് ദ ട്രൂത്ത് എന്ന് പറഞ്ഞില്ലേ, അതൊന്ന് പറഞ്ഞുതരോ? യെസ്, ഷീ ഓൾവേസ് ടെൽസ് ദ ട്രൂത്ത്. ഓക്കെ, അതിൻ്റെ അകത്ത് ഓൾവേസ് ഇല്ലാന്ന് വിചാരിക്കുക, അതില്ലാന്ന് വിചാരിച്ചിട്ട് നമുക്ക് ചിന്തിക്കാം. ഷീ ടെൽസ് ദ ട്രൂത്ത്, അവൾ സത്യം പറയുന്നു. യെസ്, അവൾ സത്യം പറയുന്നു. അപ്പൊ ആ പറയുക എന്നുള്ളതിനെ വിശേഷിപ്പിക്കുന്നത് എപ്പോഴൊക്കെയാണ് അവൾ പറയുന്നത്? എപ്പോഴും പറയുന്നു.
യെസ് കേട്ടോ, എപ്പോഴും പറയുന്നു, അല്ലാതെ അവള് എപ്പോഴും പറയാ, എപ്പോഴും എന്ന് പറഞ്ഞ ഓൾവേസ് എന്ന് പറഞ്ഞാൽ എപ്പോഴും പറയും, അവൾ എപ്പോഴും സത്യം പറയും. അപ്പൊ ആ സത്യം പറയുക എന്നുള്ളതിനെ വിശേഷിപ്പിക്കുകയാണ് എപ്പോഴും പറയുന്നു. അതുകൊണ്ടാണ് ഓൾവേസ് അവിടെ വരാനായിട്ട് കാരണം. യെസ്, അടുത്തത് ദ ഓൾഡ് മാൻ ran quickly, 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 to catch, catch the bus, bus. ഒന്നുകൂടി പറയാം. The old man ran quickly to catch the bus. അടിയില് ABC മൂന്ന് ആൻസർ. A man, B catch, C quickly. Ramsey, it is your turn. പറഞ്ഞോളൂ. Quickly, see. Yes, quickly is the right answer, and very good. Yes, പിടികിട്ടി കാണുമെന്ന് വിശ്വസിക്കുന്നു. യെസ്, അപ്പൊ ഞാനിപ്പോ വൈകി വന്നേക്കുന്നവരോട് പറയും, നമ്മള് ഈ പ്രാവശ്യത്തെ പരീക്ഷയ്ക്ക് വരുന്ന ചോദ്യത്തിന്റെ മോഡലാണ് നമ്മളോട് ഡിസ്കസ് ചെയ്തത്. അപ്പൊ അതിനകത്ത് റിഫ്ലക്ഷൻ പ്രോനൗൺ ഉണ്ടാവും, അതിനോടൊപ്പം തന്നെ റിലേറ്റീവ് പ്രോനൗൺ ഉപയോഗിക്കാനുണ്ടാവും, അഡ്ജക്റ്റീവ് കണ്ടുപിടിക്കാനുണ്ടാവും, ആഡ്വർബ് കണ്ടുപിടിക്കാനുണ്ടാവും. ഇനി നമ്മൾ പറയാൻ പോകുന്ന സംഗതി കൂടി ഉണ്ടാവും. സാർ ഒരു മിനിറ്റ്. ഫസ്റ്റ് വന്നേ യു മസ്റ്റ് സ്റ്റാർട്ട് വെരി ഏർലി. അതിൻ്റെ അകത്ത് അഡ്വർബ് ഏർലി അല്ലേ സാറേ? യെസ്, ഏർലി ആണ്, വളരെ നേരത്തെ. അപ്പൊ വളരെ നേരത്തെ. യെസ്. അപ്പൊ ആൻസർ വെരി ഏർലി ആണോ ഏർലി എന്നാണോ? അല്ല, നമ്മൾ തന്നിരിക്കുന്നതില് വെരി ഏർലി മാത്രമേ ഉള്ളൂ. ഓക്കെ. സ്വപ്നം പറഞ്ഞ സംശയം വരുമായിരുന്നു, എങ്ങനെയാ പറയുമെങ്കിൽ ഒരു വെരി ഏർലിയും ഉണ്ട്, ഏർലിയും ഉണ്ടെങ്കിൽ സംശയം വരും. ഓക്കെ, കൺഫ്യൂഷൻ ഉണ്ടാക്കുന്ന ചോദ്യങ്ങൾ ഉണ്ടാവില്ല, പഠിക്കുന്നത്. ഓക്കെ, അടുത്ത റോമൻ ലെറ്റേഴ്സ് ആണ്. എനിക്ക് തോന്നുന്നു 5 അല്ലേ? റോമൻ ലെറ്റേഴ്സ് 5. എനിക്കോ fill in the blanks using correct CORRECT, correct prepositions. Fill in the blanks using correct prepositions. Yes. Okay, അതിന്റെ അകത്ത് ഒന്നാമത്തെ ചോദ്യം കേട്ടോ. യെസ്, എനിക്കോ ആരെ ഇതിനകത്ത് പിടിക്കാം? അവരാണെന്നാ വിളിക്കാല്ലേ? യെസ്, വേണ്ട. സ്വാതി, SWATHI, സ്വാതി ഒരു കുട്ടിയുടെ പേരാണ്. സ്വാതി goes, GOES, goes dash school every morning. Yes, അടിയില് ABC മൂന്ന് ആൻസർ എഴുതിക്കോളൂ. A 2 DO2, B on C 4 FOR 4. ഷീന ടോമി പറഞ്ഞോളൂ.
Sir, Yes. to school. To. To school. To. So right answer and very good, very good, very good. Okay, Revati. Yes, correct. Yes, sir, right answer. Very good, very good, very good. Yes. Are those two? They moved, MOVED, moved dash a new NEW, a new house. They moved dash a new house. Adile A B C. One answer A. And B. On oil. C. 2. You 2. Shani Roji, your turn. 2. 2 is the right answer and very good, very good, very good. Okay, Revati, correct. Yes. സാർ ഒരു സംശയം ചോദിച്ചോട്ടെ? ചോദിച്ചോ. ഒന്നോ രണ്ടോ ചോദിച്ചോളൂ. They moved on a new house എന്ന് വരുവല്ലേ? ഓൺ എന്ന് പറയുമ്പോൾ മുകളിൽ നിന്നല്ലേ വന്നെ, എപ്പോഴും വീടിന്റെ അകത്തേക്കല്ലേ പോണേ. അപ്പൊ ടു എന്ന് വരുമ്പോ ടു സ്കൂൾ, സ്കൂളിലേക്ക്, ടു റൂം, മുറിയിലേക്ക്, ടു കിച്ചൺ, കിച്ചണിലേക്ക്, കേട്ടോ, ടു ഹൗസ്, വീട്ടിലേക്ക്. ഓക്കെ. ഓൺ എന്ന് പറയുമ്പോ മുകളിൽ, ഓൺ ദ ടേബിൾ, ഓൺ ദ ചെയർ. യെസ്, അങ്ങനെ ഓൺ വരുമ്പോ മുകളിൽ നിന്നാണ്. യെസ്, ഓക്കെ. എങ്ങനെ, കുഴപ്പമൊന്നുമില്ല, കേട്ടല്ലേ പറയണേക്ക? വെരി ഗുഡ്, വെരി ഗുഡ്. ഞാൻ ചോദിക്കട്ടെ, നമുക്ക് ചോദ്യങ്ങളുണ്ട് കേട്ടാ. ഇതുവരെ ഞാൻ പറഞ്ഞപ്പോ എല്ലാം ശരിയായിരുന്നു വരുന്നത്. സാർ എന്റെ ശരിയായിരുന്നു. ശരി, രാസ്മി, ഹസീന. എന്താ പറയാ പറഞ്ഞേ? ഞാൻ എല്ലാം റൈറ്റ് ആയിട്ട് എഴുതിയെന്ന്. ലേറ്റ് ആയിട്ട് കേറിയത്, അതിനുശേഷം അതിന്റെ ഇതെല്ലാം കറക്റ്റ് ആയിരുന്നു. ആദ്യത്തെ കുറച്ച് പോയിട്ടുണ്ട്. ലേറ്റ് ആയിട്ടാണ് കേറിയത്, കേറിയതിനു ശേഷമുള്ളതൊക്കെ കറക്റ്റ് ആണ് അല്ലേ? ഐശ്വര്യ പറഞ്ഞത്. വെരി ഗുഡ്, വെരി ഗുഡ്, വെരി ഗുഡ്, വെരി ഗുഡ്. യെസ്, പക്ഷെ ആക്ച്വലി ഞാൻ 1-2 വയസ്സ് സഹായിച്ചില്ലേ, വേറെ മാറ്റി പറഞ്ഞപ്പോ രണ്ടെണ്ണം സാറ് സഹായിച്ചില്ല, രണ്ടെണ്ണത്തിൽ ഒഴികെ ബാക്കി എല്ലാം ശരിയാ. യെസ്, വെരി ഗുഡ്, വെരി ഗുഡ്, വെരി ഗുഡ്, വെരി ഗുഡ്. യെസ്, ഇതിപ്പോ ഹർത്താലിന്റെ പിറ്റേ ദിവസം വാർത്ത പറയുന്ന പോലെയുള്ള വെച്ചു. ഹർത്താലിന്റെ പിറ്റേ ദിവസം വാർത്ത പറയുമ്പോൾ പറയില്ലേ, കാസർഗോഡ് ഉണ്ടായ തീപിടുത്തവും, കളമശ്ശേരിയിലുണ്ടായ ബസാക്രമണവും, കണ്ണൂരുണ്ടായ ലഹളവും ഇതെല്ലാം ഒഴിച്ചാൽ ഹർത്താൽ വളരെ സമാധാനപരമായിരുന്നു എന്ന് പറയില്ലേ? യെസ്, വെരി ഗുഡ്, വെരി ഗുഡ്. യെസ്, അപ്പൊ കുഴപ്പമില്ല, എനിക്കപ്പോ നിങ്ങളൊരു വിശ്വാസം വന്നു. ഈ മോഡൽ നിങ്ങൾ പഠിച്ചാൽ മതി, ആവശ്യമില്ലാത്തൊക്കെ പഠിച്ച് സമയം കളയണ്ട. യെസ്, ഓക്കെ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. Can you complete COM PLET, complete the work WORK, work dash 1.1 week, 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 and അതിലെ ABC. ഞാൻ ഒന്നുകൂടി പറയാം. Can you complete the work dash 1 week, question mark, and അതിലെ ABC. യെസ്, പരിപാടിക്കിടയിൽ ഒരു കാര്യം കൂടി പറയാണ്. ഇന്ന് വരാതിരിക്കുന്ന നമ്മുടെ സഹോദരന്മാരോട് ഇതൊന്ന് കേൾക്കാൻ പറയണം. അപ്പൊ ഗ്രൂപ്പിന്റെ നേതാവിനോട് ഞാനൊന്ന് ഓർമ്മിപ്പിക്കുകയാണ്, അവരോടൊന്ന് ഈ ക്വസ്റ്റ്യനൊക്കെ ഒന്ന് ഫെമിലിയർ ആവാനായിട്ട് പറയണം. ഓക്കെ. യെസ്, അതിന്റെ അടിയിൽ ABC. എ ഇൻ, ഓക്കെ, ഷീനായിട്ടുണ്ട് ആ കാര്യം. ബി ഓൺ
C. 4. 4. Sapna, your turn. Yes, sir. Can you complete the work for 1 week? ഒന്നുകൂടി ആലോചിച്ചിരിക്കും. Can you complete the work? Can you complete the work for work in 1 week? Yes, in 1 week. Yes, correct. Yes, sir. Yes. Thanks. Okay. ഇതുപോലെ yes. കാരണം ഒന്നുകൂടി ഒന്ന് നോക്കിയെന്ന് പറയാൻ ആരുണ്ടാവില്ല, ഞാനുണ്ടാവില്ല. Can you complete the work? വർക്ക് പൂർത്തിയാക്കാൻ സാധിക്കുമോ? In 1 week, ഒരാഴ്ചക്കുള്ളിൽ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ കിടക്കുന്നതിന് മുമ്പ് ഇപ്പൊ നിങ്ങൾ പറയുമ്പോ ആ പറയുന്നത് നിങ്ങളുടെ കയ്യിൽ, നിങ്ങൾ വേറെ ഇന്നും അന്വേഷിച്ച് പോയിട്ടില്ല. എന്റെ മുമ്പിൽ നിങ്ങൾ ഇരിക്കുകയാണ്, ബാക്കിലേക്ക് നിങ്ങൾ മറിച്ച് നോക്കിയിട്ടില്ല. എനിക്ക് വിശ്വസിക്കുന്നു ആ പഴയ ഓർമ്മയും അതൊക്കെ വെച്ചിട്ടാണ് നിങ്ങൾക്ക് ഈ ആൻസർ മുഴുവൻ ചെയ്തിരിക്കുന്നത്, അല്ലേ? ഞങ്ങളെ വിശ്വസിക്കാം സാർ. എന്തോ? ഞങ്ങളെ വിശ്വസിക്കാം. ഓക്കെ, വിശ്വസിച്ചു. യെസ്, അപ്പൊ അതാണ് ചെയ്തത്. അത് നിങ്ങളുടെ ടാലന്റ്. അതെന്താണ്? അത് നിങ്ങളുടെ കഴിവാണ്, നിങ്ങളുടെ ടാലന്റ് ആണ്, നിങ്ങളുടെ എബിലിറ്റി ആണ്. ഇനി വേറെ വല്ല വാക്കുകളുണ്ടെങ്കിൽ അതെല്ലാം ആണ്. അതുകൊണ്ട് അത് പേടിക്കേണ്ട കാര്യമില്ല. യെസ്, അടുത്ത ക്വസ്റ്റ്യൻ താരാഗിരിക്കാണ്. ചോദ്യം ഇതാണ്: I am dash the railway station. I am dash the railway station. Railway station. Until A, B, C. A, B, C. A, B, C. A. In B. At C. By BY. യെസ്, താരാഗിരി പറഞ്ഞോളൂ. Sir, by ദ റെയിൽവേ സ്റ്റേഷൻ. ഉറപ്പിച്ചില്ലേ? മാറ്റില്ലല്ലോ? ഇല്ല. സാധ്യത അഭിപ്രായം എന്താണ്? ബൈയുടെ കൂടെ യോജിക്കുന്നുണ്ട്? By the railway station. Railway station correct പറഞ്ഞിരിക്കുകയാണ്. Definite ആണ്. At the railway station. Yes. അടുത്ത ക്വസ്റ്റ്യൻ. അപ്പൊ അടുത്തത് റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ആരംഭിക്കാം. The train left the station. The train left the station. Dash time. 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 ഒന്നുകൂടി പറയാം. The train left the station dash time. അടിയില് A, B, C മൂന്നാഴ്ച. A. On, oil. B. By, BY, by. C. For, FOR, for. Achu, it is your turn. The train left the station on time. On time is the right answer, and very good. Yes, very good. Yes. Next question. What are you
looking? LOOKING. What are you looking? Dash question mark. Dash question mark. Yes. അപ്പൊ അടിയില് മൾട്ടിപ്പിൾ ചോയ്സിൽ ആൻസർ ഉള്ളതുകൊണ്ട് പെട്ടെന്ന് അതിന്റെ ഉള്ളിൽ നിന്ന് കണ്ടുപിടിക്കാൻ പറ്റുന്നുണ്ട് അല്ലേ? യെസ്, ആൻസർ പറയട്ടെ. ABC. ഞാൻ പറയാൻ ആൻസർ, നിങ്ങൾക്ക് ഭാവന തോന്നുന്ന ആൻസർ എഴുതിക്കോ. ഞാൻ പറയാം ആൻസർ കേട്ടോ. ചോദ്യം ചോദിക്കുന്നത് ഐശ്വര്യ സെൽവനോടാണ്. ഞാൻ മൾട്ടിപ്പിൾ ചോയ്സ് പറയാം, എന്നാലും നിങ്ങളുടെ മനസ്സിൽ തോന്നുന്നത്. സാറിന്റെ മൾട്ടിപ്പിൾ ചോയ്സ് ഒന്നും എനിക്ക് വേണ്ട, അല്ലാണ്ട് തന്നെ ഞാൻ പറഞ്ഞോളാന്ന് ഉറപ്പുള്ളൊരു എഴുതിക്കോളൂ. ഞാൻ ഒറ്റ വയ്ക്കും. രേവതി ഓർഡർ എഴുതിയിട്ടുണ്ട്. രേവതി ഒരു ആൻസർ എഴുതി കണ്ടു, പ്രിയ എഴുതി കണ്ടു, അലീബ് എഴുതി കണ്ടു, ഐശ്വര്യ എഴുതി കണ്ടു, അലീസ എഴുതി കണ്ടു, ഷെനി എഴുതി കണ്ടു, യെസ്, ഹസീന എഴുതി കണ്ടു. യെസ്, നിങ്ങൾക്ക് എല്ലാവർക്കും സമ്മതമാണ്. പിന്നെ ഞാനായിട്ട് ഇതിന് പറയണത് റൈറ്റ് ആൻസർ. വെരി ഗുഡ്, വെരി ഗുഡ്, വെരി ഗുഡ്. റൈറ്റ് ആൻസർ 4 ആണ്. വെറുതെ ഇത്ര നേരം സമയം കളഞ്ഞു അല്ലേ? ആൻസർ ഒക്കെ ഞാൻ പറഞ്ഞു വെറുതെ ചുവറക്കാം. വാട്ട് ആർ യു ലുക്കിംഗ് ഫോർ? എന്തിനു വേണ്ടിയിട്ടാണ് നിങ്ങൾ അന്വേഷിക്കുന്നത്? 4 ആണ് കറക്റ്റ് ആൻസർ. അപ്പൊ അതിനകത്ത് ABCയിൽ 4 ഉണ്ടായിരുന്നു, ഇന്നുണ്ടായിരുന്നു, ആഫ്റ്റർ ഉണ്ടായിരുന്നു. അപ്പൊ ലുക്ക് എന്നൊക്കെ കാരണം ലുക്ക് ആഫ്റ്റർ എന്നൊക്കെ പെട്ടെന്ന് തോന്നുന്നു വിചാരിച്ചിട്ടാണ് ആഫ്റ്റർ ഒക്കെ അത് ഇട്ടിരുന്നത്. യെസ്, അപ്പൊ അതുകൊണ്ട് വേണ്ടി വന്നില്ല റൈറ്റ് ആൻസർ. യെസ്, അപ്പോ ഇതേ മോഡലുള്ള ചോദ്യങ്ങൾ നോക്കിയാൽ മതി കേട്ടോ. നമ്മുടെ സമയം അവസാനിക്കാനായതുകൊണ്ട് പറയാണ്, ഇതേപോലെയുള്ള ചോദ്യങ്ങൾ നോക്കുക. അതിനു വേണ്ടിയിട്ട് നിങ്ങൾ ചെയ്യാറുണ്ട് മതി. വേറെ അപ്പൊ റിക്വസ്റ്റീവ് പ്രോനൗൺ, റിലേറ്റീവ് പ്രോനൗൺ, പ്രിപ്പോസിഷൻ, ആഡ്വർബ് ആൻഡ് അഡ്ജക്റ്റീവ്. ഓക്കെ, അപ്പൊ അങ്ങനെ ഒരു 10 ക്വസ്റ്റ്യൻസ് ഉണ്ടാവാം. 10x2 20 മാർക്ക് നമ്മുടെ നഷ്ടപ്പെട്ടു പോകരുത്. ഇതോ അതൊക്കെ അതിന്റെ പ്ലാൻ പോലെ ചെയ്തോ രേവതി. നോ പ്രോബ്ലം. എക്സാമിന് പ്രിപ്പോസിഷൻ ഉണ്ടോ ചാപ്റ്റർ? 8 ചാപ്റ്റർ വരെ പറഞ്ഞിരിക്കുന്നു തോന്നുന്നു. അതും കൂടി നമ്മൾ അതിനകത്ത് പറഞ്ഞേ 2 ചാപ്റ്റർ നമ്മൾ എടുത്തിട്ടുണ്ടായില്ലല്ലോ. ആ 3-ാമത്തെ 4-ാമത്തെ നമ്മൾ എടുത്തിട്ടുണ്ടായില്ല. 3 ഉം 4 നമ്മള് കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് എടുക്കാൻ വേണ്ടി മാറ്റി വെച്ചിരിക്കുന്നതിന്റെ പേരിലാണ്. ഓക്കെ, അപ്പൊ ഇത് ഈ അന്നേരം പ്രിപ്പോസിഷൻസ് ഉണ്ട് എക്സാമിന്. ആ 3 ഉം 4 ഉം എന്ന് പറയുന്ന ചാപ്റ്ററിലെ വെർബ് സിസ്റ്റം, പിന്നെ അതിനോടൊപ്പം തന്നെ വെർബ് സിസ്റ്റവും പിന്നെ മറ്റേ ചാപ്റ്റർ വരുന്നത് ടെൻസസ് ഓഫ് വെർബ്സ് ഇൻ ഇംഗ്ലീഷ്. ടെൻസസ് ഓഫ് വെർബ്സ് ഇൻ ഇംഗ്ലീഷ്. അത് ആ 2 ചാപ്റ്റർ 3 ഉം 4 അത് നമ്മൾ എടുത്തിട്ടില്ല. അതിന് പകരമാണ് പ്രിപ്പോസിഷൻ. ഓക്കെ, അപ്പോ വേറെ കുഴപ്പമൊന്നുമില്ല. തല പരീക്ഷ നമുക്ക് അല്ലേ അലീമ? യെസ്, പരീക്ഷ ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടിയാൽ മതി അല്ലേ? യെസ്, അപ്പോ നമുക്ക് ഒരു ക്ലാസ് കൂടി കാണാം. ഇനി ഏതെങ്കിലും കാരണവശാല് വെച്ചിട്ട് നമ്മളിപ്പോ ഡിസ്കസ് ചെയ്തു. അപ്പൊ ഇനി നമുക്ക് എടുക്കാനുള്ളത് പ്രസന്റ് പാർട്ടിസിപ്പിൾ ഒരു സംഗതിയാണ്. ഇപ്പൊ ഞാനൊരു അരമണിക്കൂർ കൊണ്ട് നമ്മൾ ഈ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷൻ കഴിഞ്ഞിട്ട് പിന്നെ നമുക്ക് ബാക്കി അരമണിക്കൂർ നമുക്ക് പ്രസന്റ് പാർട്ടിസിപ്പിൾ എടുക്കാന്ന് വിചാരിച്ചാൽ മതി. അപ്പോ പറഞ്ഞു വന്നപ്പോ 1 മണിക്കൂർ വേണ്ടി വന്നു. അപ്പോ വിഷ് ഓൾ ദി ബെസ്റ്റ്. We will meet in the next class. Okay. പറഞ്ഞോളൂ. ഓക്കെ അലീസ. എല്ലാവരും അലീസ തന്നെയാണല്ലേ? യെസ്, ഞങ്ങളുടെ ഗ്രൂപ്പിൽ ഞങ്ങൾ 2 പേരുള്ളതാ. As we end today's online revision class, I would like to thank our teacher for the time and effort spent helping us prepare for our examinations. The session was very helpful and improved our understanding of key topics. Thank you also to all the students for your participation and cooperation. We appreciate your guidance and support, teacher. Wishing everyone the very best for the examinations. Thank you. Yes, Alisa പറഞ്ഞ പോലെ ഞാനും very best for the examination. Okay, very good, very good. Okay, we will meet in the next class. Thank you, sir.
താങ്ക് യു സാർ. Okay.